സന്ധ്യയ്ക്ക് വിളക്കൊക്കെ കത്തിക്കണതിന് മുമ്പേ മിറ്റുമൊക്കെ തൂത്തുവാരി ചെടികൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാന്ന് വിചാരിച്ച് മിറ്റത്തിറങ്ങിയതാണ്. നേരത്തെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം ഈ കലാത്തി എത്ര ഭംഗിക്ക് നിൽക്കുന്നതാണ്. പക്ഷെ ഇപ്പൊ നോക്കിക്ക് ആകപ്പാടെ മൊരഞ്ഞ് എന്തൊക്കെയോ വന്ന് ഇലകളൊക്കെ തിന്ന് പൂക്കളൊക്കെ വന്ന് ഇലയൊക്കെ വാടി നിൽക്കുകയാണ്. കൊള്ളില്ലാത്ത ഇലയും പൂക്കളൊക്കെ വെട്ടിക്കളഞ്ഞ് ഞാൻ അതൊന്ന് ക്ലിയർ ചെയ്തേ. ഒരുപാട് മഴയൊന്നും ഇപ്പൊ പെയ്യാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു മിറ്റത്തൊന്നും ഒരുപാട് കരിയിലൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മിറ്റം തൂക്കലൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് മിറ്റമൊക്കെ തൂത്തുവാരി തെങ്ങിന്റെ ചോട്ടിലേക്ക് അങ്ങ് കൂട്ടി. അപ്പൊ ഇന്നേ ഉച്ചയ്ക്ക് തേങ്ങ ഇടാനായിട്ട് ആള് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ തേങ്ങയൊക്കെ രാത്രിയിൽ മഴ പെയ്താൽ നനഞ്ഞാലോ എന്ന് വിചാരിച്ച് അതൊക്കെ എടുത്തുകൊണ്ടൊന്ന് മാറ്റി അങ്ങ് വെച്ചേ. ഒരുപാട് തേങ്ങ കിട്ടിയില്ലെങ്കിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കാനുള്ള തേങ്ങ കിട്ടിയിട്ടുണ്ടേ. അതുകൊണ്ട് ഞാൻ അതൊക്കെ കയ്യോടെ തന്നെ അങ്ങ് എടുത്തു വെച്ചു. അല്ലെങ്കിൽ പിന്നെ അത് അവിടെ കിടക്കും. മടി കാരണം ഞാൻ പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല ആ ഏരിയയിലേക്ക്. പിന്നെ ഞാൻ ചെടികളൊക്കെ നനച്ചു കൊടുത്തു. ഒരുപാടൊന്നും വെള്ളം ഒഴിച്ചു കൊടുത്തില്ല, രാത്രിയിൽ മഴ പെയ്താലോ. അതുകൊണ്ട് ആ ക്ഷീണം മാറാനുള്ള വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തുള്ളേ. മിറ്റമൊക്കെ തൂത്തുവാരി കരിയിലൊന്നും ഇല്ലാണ്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് മിറ്റിൽ ആ വെള്ളത്തിൽ നനഞ്ഞൊക്കെ കിടക്കുന്നത് കാണാൻ എന്ത് രസമാണല്ലേ. ഇവിടെ ഞാൻ ഇന്നലെ തന്നെ ക്ലീൻ ഒക്കെ ചെയ്ത് വെച്ചതായിരുന്നു. അതുകൊണ്ട് ഒരുപാട് വൃത്തിയാക്കാനൊന്നും ഉണ്ടായിരുന്നില്ലേ. അങ്ങനെ കൈയൊക്കെ കഴുകി വിളക്ക് കത്തിക്കാനായിട്ട് കയറിയേ. നമുക്ക് ചെയ്യാനുള്ള ജോലികളൊക്കെ തീർത്ത്, പ്രത്യേകിച്ച് ഒരു കുഞ്ഞു കൊച്ചുള്ള അമ്മയുടെ കാര്യമാണെങ്കിൽ പറയാനേ വയ്യ. അതും ജോലിയും കൂടെ ചെയ്യുന്ന ഒരാളാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവരുടെ മെന്റൽ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കായിരിക്കും. അപ്പം ഇങ്ങനെ എല്ലാ ജോലികളും തീർത്ത് സമാധാനത്തോടെ വിളക്കൊക്കെ കത്തിച്ച് തുളസിത്തറയിൽ ഒരു തിരിയൊക്കെ ഇട്ട് കുറച്ചു നേരം അവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എല്ലാ ദിവസവും ഒന്നും എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മിക്ക ദിവസങ്ങളിലും ഞാൻ ഇതൊക്കെ ഫോളോ ചെയ്യാൻ നോക്കാറുണ്ട്. പിന്നെ ഞാൻ നേരെ വന്ന് എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ടു. രാത്രി ആയില്ലേ.